നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരാൾ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരാൾ ഒരു പാട്ട് എഴുതി കേട്ടോ, ഒരു നമ്പൂതിരി നേരത്തെ ഒരു പാട്ട് എഴുതി. അന്ന് അദ്ദേഹത്തിന് ഒരു പേരും വീണു, കാരണഭൂതൻ എന്ന്. അത് വളരെ ഒരു യഥാർത്ഥത്തിൽ വളരെ വികലമായ ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അത് യഥാർത്ഥത്തിൽ വളരെ വൈകല്യം നമുക്ക് തോന്നുന്നു അതിനകത്ത് കണ്ടാൽ. കാരണം ഒരുപാട് സ്ത്രീകൾ നിന്ന് ചുവന്ന ഉടുപ്പും അതുപോലെ തന്നെ നേരിയതും ഒക്കെ ഉടുത്ത് നിന്ന് തിരുവാതിര, ആ തിരുവാതിരയിൽ വലിയ പാട്ടാണ്. അതിലാണ് കാരണഭൂതൻ എന്ന് അദ്ദേഹത്തിന് ഒരു പേര് കിട്ടിയത്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ ശ്രീ പിണറായി വിജയൻ എന്നുള്ളതിന് പകരം കാരണഭൂതൻ എന്നാക്കിയിട്ടുണ്ട് മിക്കവാറും ആളുകൾ. ചിലർ കാരണഭൂതം എന്ന് പറയുന്നവരും ഉണ്ട്. ആ രീതിയിലേക്കായി. ഇനി ഞാൻ വിചാരിച്ചു അദ്ദേഹം പുതിയ പേരുകളൊന്നും പിടിച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു പ്രസ്താവന കണ്ടായിരുന്നു. ചിത്രസേനൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. എഴുതിയത് അയാൾ സെക്രട്ടറി ആയിട്ട് എംപ്ലോയീസ് അസോസിയേഷൻ്റെ അവരുടെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു കെട്ടിടം അവർ പണിയുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനം നടത്തിയത് ഇന്നലെ ഒരു സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യേണ്ട സമയത്താണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഇതിനകത്തുള്ള ഒരു കാര്യം, ഈ നാണമില്ല ഈ മുഖ്യമന്ത്രിക്ക്. യഥാർത്ഥം ഞാൻ ചോദിക്കുകയാണ്. ഇതുപോലെ സ്വന്തമായിട്ട് പൊഴുത്തിയിട്ട് ഇപ്പം നമ്മുടെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ഈ ആളുകൾ ചിലപ്പോൾ സ്വാഗത പ്രാസംഗികരൊക്കെ ചിലപ്പം അങ്ങ് കയറി അങ്ങോട്ട് പുകഴ്ത്തും. നമ്മൾ ഇവിടെ അല്ല, ഭയങ്കരമാണ്, മറ്റേതാണ്, മറിച്ചാണ്. എനിക്കിത് കേൾക്കുമ്പോൾ ഒരു ഉളുപ്പമുള്ളത് കേട്ടോ. ഞാൻ സത്യമായിട്ട് പറയാം, ഞാൻ ദിവസം എങ്ങനെയായാലും ഒരു മിക്കവാറും 1-2 പരിപാടികളിൽ ഞാൻ പോകുന്നതാണ്, സമ്മേളനങ്ങളിലൊക്കെ. അവിടെയൊക്കെ എന്നെ ഒരുപാട് അങ്ങ് പുകഴ്ത്തുമ്പോൾ എനിക്ക് വളരെ ഒരു വിഷമമാണ്. പിന്നെ പലപ്പോഴും ഞാൻ പറയും ഇതുപോലെ എൻ്റെ ചരിത്രവും ഒക്കെ വിളിച്ച് പറയാൻ നേരത്തെ ഞാൻ പറയാതെ അങ്ങ് നിങ്ങളങ്ങ് ചുരുക്ക്. കാരണം എനിക്കിത് കേട്ട് എനിക്കിത് കാര്യമൊന്നുമില്ല, എനിക്കിത് കേട്ട് ആസ്വദിക്കാൻ ഒരിക്കലും താല്പര്യമില്ല. അപ്പം ഇത് ചിലർക്ക് ഇത് ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു, ഇനി വാഴ്ത്തുപാട്ട് ഞാൻ ഇരിക്കുമ്പോൾ വേണ്ട എന്ന്. പക്ഷേ ഈ വാഴ്ത്തുപാട്ട് ഇരിക്കുമ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇത്രയും സ്ത്രീകളെയും അതുപോലെ തന്നെ കുറേ പുരുഷന്മാരും എല്ലാം ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ നിന്നിട്ട് അങ്ങോട്ട് ഘോര അങ്ങോട്ട് പാടുകയാണ് നിന്ന് കേട്ടോ. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്, തിരുവനന്തപുരത്ത് പാടും. അപ്പം മുഖ്യമന്ത്രി വരുമ്പോൾ ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രിക്ക് ഇത് വേണ്ട എന്നൊക്കെ മാധ്യമങ്ങളിൽ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചത് നിർത്തുന്നു. ഇല്ല, കാരണം മുഖ്യമന്ത്രി വരുമ്പോൾ ഇത് വേണം. അങ്ങനെ മുഖ്യമന്ത്രിയെ പിന്നെ സ്റ്റേജ് ഇരുത്തിക്കൊണ്ട് മാറ്റിപ്പാക്കി കാവലാള് ചെങ്കൊടി ഏന്തി അങ്ങോട്ട് നയിക്കുന്ന കേരളത്തിനെ. മനസ്സിലായോ? ഇതുമൊക്കെ അങ്ങോട്ട് പറഞ്ഞ് കാവലാൾ, പടനായകൻ, വീരനായകൻ, സമരവീരൻ, പോയി പണ്ട് ഇടിയുണ്ടു, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അദ്ദേഹം വളരെ ആസ്വദിച്ച് ആ സ്റ്റേജിൽ കുറേ നേരം അത് കേട്ടോണ്ടിരുന്നു കേട്ടോ. എന്നിട്ടാണ് ബാക്കി പിന്നെ പരിപാടി ഞാൻ കാണാൻ പോയില്ല, പ്രസംഗം ബാക്കിയായത്. എന്നിട്ട് പ്രസംഗത്തിൽ നല്ല ഗംഭീരമായിട്ടൊരു കാര്യം പറഞ്ഞു കേട്ടോ. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. പണ്ട് പറഞ്ഞതാണ്. പണ്ട് ഈ ചാർജ് എടുക്കുന്ന അതായത് മുഖ്യമന്ത്രി സ്ഥാനം ഏൽക്കുമ്പോൾ പറഞ്ഞതാണ്, ഓരോ ഫയലും ഓരോ ജീവിതമാണ്. അതുകൊണ്ട് ഫയലുകളെല്ലാം വളരെ സ്പീഡിന് നീക്കണം, ഇല്ല ജീവൻ പോവും ആളുകളുടെ. ഇതെല്ലാം പറഞ്ഞ് വളരെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഞാനും വിചാരിച്ച് ഏതാണ്ടൊക്കെ നടക്കാൻ പോവാന്ന്. ഇന്നലെ ഇത് പറഞ്ഞ് ഈ വർത്തമാനം പറഞ്ഞു, ഓരോ ഫയലും ഓരോ ജീവിതമാണ്. നല്ലതാണ്. ഇത് കൂടെ പറയാറുണ്ട്. ഓരോ കാര്യങ്ങൾ പറയും. മടി കനമുള്ളവന് വഴി പേടിക്കണ്ട, കാളകിടക്കും കയറോടും എന്നൊക്കെയുള്ള ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ പറഞ്ഞതാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇന്നലെ പറഞ്ഞപ്പോൾ എന്താണെന്നറിയാമോ, ഏതാണ്ട് 10-100ഓളം ആളുകൾ ഇവിടെ നിൽക്കുകയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന്. ഈ പ്രോഗ്രാം 1 മണിക്കൂറിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം അവിടെ ഉണ്ട്. സെക്രട്ടേറിയറ്റ് ഫംഗ്ഷൻ ചെയ്യേണ്ട സമയത്താണ്, ഓരോ ഫയലും ഓരോ ജീവിതം എടുത്ത് കൈകാര്യം ചെയ്യേണ്ട സമയത്താണ് ഇവിടെ വന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വന്ന് ഈ വാഴ്ത്തുപാട്ട് കാവലാളിനെ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ കേട്ടു. ഇത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഇതിന് എത്ര ദിവസത്തെ പ്രാക്ടീസ് വേണ്ടി വന്നതാണ് അവർക്ക്. ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെ ചെയ്യാൻ വന്നേക്കുന്നത്. ഈ പാട്ട് എഴുതി റെഡിയാക്കി എടുത്ത് കുറേ നാളുകൊണ്ടുള്ള പ്രാക്ടീസ്. അപ്പൊ ഈ കുറേ നാളുകൊണ്ട് ഈ ഓരോ ഫയലും ഓരോ ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതങ്ങളൊക്കെ എങ്ങനെ പോയെന്നുള്ളതിനെ കുറിച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒന്ന് ആലോചിക്കണം. ഈ ഒരു യൂണിയന്റെ പരിപാടിക്ക്, എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടിക്ക് ഇവരെ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യേണ്ട സമയത്ത് ഇറക്കിക്കൊണ്ട് വന്നേക്കാണ് രാഷ്ട്രീയം കളിക്കാൻ. ഇതിനാര് അധികാരം തന്നു മുഖ്യമന്ത്രി നിങ്ങൾക്ക്? ഇതുപോലുള്ള ആളുകളെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ വെട്ടത്ത് വെച്ചല്ലേ ഈ നടന്ന പണി?
നിങ്ങൾക്കറിയാം, നിങ്ങൾ ചോദിച്ചൂടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നതെന്ന്? ഞാനൊക്കെ പണ്ട് ഈ കോടതിയിൽ ഞാൻ ജില്ലാ ജഡ്ജി, പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിട്ടൊക്കെ ഇരിക്കുമ്പോഴും അതുപോലെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഇരിക്കുമ്പോഴും ഓരോ കോടതികളുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വിളിക്കും. അപ്പോൾ ചോദിക്കും ഏത് സമയത്താണ്? അവിടെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആ സമയത്ത് വരരുത്, കാരണം വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ. ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആണെങ്കിൽ അവർക്ക് വരാം, പക്ഷേ ലഞ്ച് ടൈം കഴിഞ്ഞ ഉടനെ അവർ തിരിച്ചു പോയിക്കൊണ്ടു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്ക് വളരെ ആരാധനയോടുകൂടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അവിടെ വന്നിരിക്കാൻ നമ്മളുടെ അടുത്തൊക്കെ കാര്യമൊക്കെ പറയാം, വളരെ കാര്യമായിട്ട് ഇച്ചിരി അടുപ്പമൊക്കെ സ്ഥാപിച്ചൊക്കെ ഇരിക്കാം. അത് അവർ ഒരു പ്രിവിലേജ് ആയിട്ട് എടുക്കും. മാത്രമല്ല അത്ര നേരം ജോലിയും വേണ്ട. പക്ഷേ ഞാനത് സമ്മതിച്ചിട്ടില്ല. കോടതിയുടെ സമയമാണോ, വരാൻ പാടില്ല, അങ്ങനെ പറയും. നേരത്തെ തന്നെ പറയും ഈ ടൈമിലാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ. ബാർ അസോസിയേഷനിലൊക്കെ ഓരോ പ്രോഗ്രാമിന് വിളിക്കും. ആ വക്കീലന്മാർ ഒക്കെങ്കിൽ വന്നോണം. അതുകൊണ്ട് അല്ല വക്കീലന്മാരാരും കോടതി, അതെൻ്റെ പ്രശ്നമല്ല. പക്ഷേ ജുഡീഷ്യൽ ഓഫീസേഴ്സ് വരാൻ പാടില്ല. ആ സമയത്ത് അവർ വർക്കിംഗ് അവേഴ്സിൽ അവർ വർക്ക് ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ ജില്ലാ ജഡ്ജിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ പോലും ഹൈക്കോടതി ജഡ്ജസ് ഒക്കെ വരുന്നുണ്ടേ, ഞാൻ അവരുടെ അടുത്ത് തന്നെ പറയും ഇങ്ങനെ, സാർ ഇത്രയും സമയം നമുക്ക് ഇന്നതായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മറ്റ് ജുഡീഷ്യൽ ഓഫീസർ, പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിലേക്ക് എനിക്ക് പോയേ പറ്റുള്ളൂ. മറ്റ് ജഡ്ജസിൻ്റെ അടുത്ത്, മറ്റ് ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ അടുത്ത് ഇത്ര സമയം വരാവൂ, ഇന്ന സമയത്തെ വരാവൂ എന്നൊന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ മതി എന്ന് പറയും. വേറെ മാർഗം അല്ലല്ല, അവർ ഇനി വന്നോട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല, ആരും പറയാറില്ല. അപ്പൊ ഇത് നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത്രയും പേര് ജോലി ഉപേക്ഷിച്ച് അവിടെ വന്ന് പേക്കൂത്ത് നടത്തുകയാണ്. അതാണ് നമ്മൾ കണ്ടത്. ഈ വാഴ്ത്തുപാട്ട് പാടുന്നു, അത് കേട്ട് താളം പിടിച്ച് മുഖ്യമന്ത്രി ഇരിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്കൊക്കെ ഇത്? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടേ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കാവലാള്, പടനായകൻ, ചെങ്കൊടി, ചെങ്കനൽ പോലൊരു മുഖ്യമന്ത്രി, ഇതൊക്കെയാണ് എഴുതി വച്ചേക്കുന്നത്. ഈ ചിത്രസേനൻ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ ഏപ്രിൽ 21 എങ്ങാണ്ട് വിരമിച്ച ആളാണ് സർവീസിൽ നിന്ന്. അയാൾ പൊതുഭരണത്തിൽ ജനറൽ അഡ്മിനിസ്ട്രേഷനിൽ ക്ലറിക്കൽ തസ്തികയിൽ നിന്ന് വിരമിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, അയാൾ ഒരു ജോലിക്ക്, അയാൾ ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പിടിപാട് കണ്ടോളൂ നമ്മൾ. അയാൾ ഈ ഏപ്രിൽ 25 അയാൾ ജോലിക്ക്, അതായത് ഒരു റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള വീണ്ടും ഉള്ള ഡെയിലി ബേസിലുള്ള ജോലിക്ക് അപേക്ഷിച്ചു. അയാൾ അപേക്ഷിച്ച് 25 24 അയാളെ ജോലിക്ക് വെച്ചു. അപ്പോൾ നോക്കിക്കൊണ്ടോ ആ കഴിവ് എന്താണെന്ന്. അന്നേ ഇയാൾ പാട്ട് എഴുതുകയാണ്. മുഖ്യമന്ത്രിയുടെ പാട്ടിന്റെ പണിപ്പുരയിലാണ് ഇയാൾ എന്നറിയായിരുന്നു. അയാൾ കഥ എഴുതുകയാണെന്ന് പറഞ്ഞ പോലെ അയാൾ പാട്ട് എഴുതുകയാണ്. അതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അയാൾക്ക് ജോലിയും കിട്ടി. ഇത് അഴിമതിയല്ലേ ബഹുമാന്യനായ മുഖ്യമന്ത്രി? അയാളെ ഇപ്പൊ ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചർ, അതാണ് ഇപ്പൊ അയാളുടെ ജോലി. അയാൾക്ക് ഇതൊന്നും കൊടുത്താൽ പോരാ, പറ്റുമെങ്കിൽ വല്ല കളക്ടറോ അങ്ങനെ ആക്കണം നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. കാരണം ഇത് നിങ്ങളെ ഇതേപോലെ വാഴ്ത്തി പാടുന്ന പാട്ടുകളൊന്നും നിങ്ങൾ കേട്ട് കാണത്തില്ല. അതാണ് കാര്യം. ഇത് പുതിയതാണ്. അപ്പൊ കാവലാൾ ഇതൊന്ന് കേൾക്കണം. ഇത് ഇങ്ങനെയുള്ള ജനാധിപത്യത്തിന്റെ കാവലാളാണല്ലോ നിങ്ങൾ. ഇതുപോലെ ഇവിടെ ഈ ജനങ്ങളുടെ ആധിപത്യത്തിന്റെ കാവലാളാണ്, നല്ലതാണ്. ഇതുപോലെ സെക്രട്ടേറിയറ്റ് ആളുകളെ ജോലി ചെയ്യാൻ വേയാതാക്കിയിട്ട് അവിടെ കൊണ്ടുവന്നിരുത്തി വാഴ്ത്തുപാട്ട് കേട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഒന്നാമത് ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾക്കിത് ഇഷ്ടമായിരിക്കും, പക്ഷെ കേൾക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് വളരെ അരോചകമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഇന്നലെ TV തുറക്കാൻ പറ്റത്തില്ല, കാരണം ഇത് എപ്പോഴും ഇതാണ് കാണുന്നത്. ഇതാ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എഴുതി വായിക്കുന്ന പ്രസംഗം അത് ആരോ വിവരമുള്ളവർ എഴുതുന്നതായിരിക്കും. അതേതായാലും കുഴപ്പമില്ല, അതൊക്കെ ചെയ്തോളൂ. പക്ഷെ ഈ വാഴ്ത്തുപാട്ടെന്ന് പറയുന്നുണ്ടല്ലോ, സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കാരണഭൂതൻ ഒരു കാര്യം ചെയ്യണം, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ ചെന്ന് പെടരുത്. ഒരപേക്ഷയാണത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, പുതിയ പുതിയ പേരുകൾ നിങ്ങൾക്ക് ഇനി ആവശ്യമില്ല. നിങ്ങൾക്ക് ഇരട്ടച്ചങ്കരൻ എന്നൊക്കെ പണ്ടേ പേരുണ്ട്, പിന്നെ പുതിയ പേരെന്തിനാ ഇനി കൂടുതൽ? ഇതുപോലെ വാഴ്ത്തുപാട്ട് എഴുതുന്നവരെയും ഈ മുഖസ്തുതി പറയുന്നവരെയൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. അവരൊന്നും നിങ്ങളുടെ ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ലത് കേട്ടോ. നിങ്ങളെ സൂചിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ചെയ്യുന്ന കാര്യമാണ്. അതുമൂലം അവർക്ക് ചില ഉപകാരങ്ങൾ കിട്ടും. പണ്ട് കുഞ്ചൻ നമ്പ്യാർ എഴുതിയില്ലേ കേട്ടോ, ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. അതാണ് അത്. അദ്ദേഹം കുഞ്ചൻ നമ്പ്യാർ അങ്ങ് പറഞ്ഞു, ഇത് പറയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, അതേ ഉള്ളൂ കാര്യം. ഇനി ഇങ്ങനെയുള്ള നിങ്ങൾ ഈ പരസ്യം കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പടങ്ങളൊക്കെ വെച്ചിട്ട് പരസ്യം കൊടുക്കുക. അപ്പം നവകേരള സദസ്സ്, അതിന് മുമ്പ് കേരള എംപ്ലോയീസ് അസോസിയേഷൻ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ വലിയ ബോർഡ് വെച്ചല്ലോ, നിങ്ങളുടെ വലിയ പടം കാണിച്ചുകൊണ്ട്.
അവസാനം നിവൃത്തിയില്ലാതെ ഹൈക്കോടതി ഓർഡർ മൂലം അത് മാറ്റേണ്ട ഗതികേട് വന്നില്ലേ? അവിടെ അത് കീറിപ്പറിച്ച് കളയേണ്ടതായിട്ട് വന്നില്ലേ? ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞൂടെ? എൻ്റെ ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം പുരയിടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡൊക്കെ വെക്കാം, പക്ഷെ അത് റോഡ് സൈഡിൽ പാടില്ല. അതാ വേണ്ടത്. ആ പൊതുസ്ഥലങ്ങളിൽ ഈ ബോർഡൊന്നും വെക്കാൻ പാടില്ല, അത് ചെയ്യരുത്. അപ്പം നവകേരള സദസ്സിന് ബോർഡ് ഇതുപോലെ നിങ്ങളുടെ എല്ലാം നല്ല മുഖങ്ങൾ എല്ലാവരുടെയും കൂടെ അങ്ങ് വെച്ചല്ലോ. ആ വെച്ചതിന് 2,86,00,000 പരം രൂപയാണ് പൊതുജനങ്ങളുടെ പൈസ ചെലവാക്കിയത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? എന്ത് ന്യായീകരണമുണ്ട് നിങ്ങൾക്ക്? ഇതൊക്കെ നിങ്ങളുടെയൊക്കെ മോന്ത കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്കൊക്കെ അത്ര താല്പര്യമാണ്. ഒന്നുമല്ല, വേറെ നിവൃത്തിയില്ല. ഇത് ആ രീതിയിലാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്ര രൂപയാണ് പരസ്യത്തിനൊക്കെ ചെലവാക്കുന്നത്? എന്ത് ചെയ്തിട്ടാണ് പരസ്യം? ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്നിട്ട് കാവലാള് ആ കുന്തം കുടയെന്നൊക്കെ അങ്ങ് വിളിച്ച് പറയും. ക്ഷേമ പെൻഷൻ കൊടുക്കാതെ പിച്ചച്ചട്ടിയായിട്ട് ആളുകൾ നിൽക്കുന്നു അതില്ലാതെ. എന്നിട്ടാണ് ഈ കാവലാള് ചെങ്കൊടി ഏന്തി കൊണ്ട് നടന്നാൽ മതിയല്ലോ, എല്ലാം തീരുമല്ലോ, എല്ലാം റെഡിയാവുമല്ലോ, തേനും പാലും ഒഴിവുകൂടെ. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് കണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്, വേറൊന്നും തോന്നരുത്.